വീട്ടിൽ ഞങ്ങളെല്ലാവരും നിനക്കെതിരാണെങ്കിലും സത്യം പറയാനാണെങ്കിൽ നിന്റെ അത്രയും സഹനവും ക്ഷമയും മറ്റാർക്കും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ദയവേതൊന്നും കരുതരുത്. നിങ്ങൾ എന്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നേ? ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ. അതൊന്നുമില്ല അവനി. കമ്പനിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് മുഖം കാണിച്ച് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോകാം. കാറൊന്ന് നിർത്തൂ. എന്തു പറ്റി? ഞാൻ ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയിക്കോളാം. എന്നെ ഇവിടെ വിട്ടേക്ക്. ഉടനെ തന്നെ തിരിച്ചു പോകാം അവനി. അത് വേണ്ട. എത്രയോ തവണ പലയിടത്തും നീ ഞങ്ങളോടൊപ്പം വന്നതല്ലേ. ഇപ്പൊ എന്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പം? എന്താ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? എനിക്കെന്തോ അൺകംഫർട്ട് ആയിട്ട് തോന്നുന്നു. അവിടെ എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കും. യു ഡോണ്ട് വറി. ജസ്റ്റ് ഒന്ന് കയറി മുഖം കാണിച്ച് ഉടനെ പോകാം. ഓക്കെ? കൂൾ ആവനി. പ്ലീസ് ഡോണ്ട് മൈൻഡ്. അവനി ഇറങ്ങ. ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ അവരെ പോയി കണ്ടിട്ട് വന്നോളൂ. നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യം എന്താ? അകത്ത് എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വാ വാ, ഇറങ്ങ അവനി പ്ലീസ്. വാ അവനി പ്ലീസ്. അവനി വാ. അവന് വീട്ടിലെത്തിയിട്ടുണ്ടാവോ? സ്വിച്ച് ഓഫ് ആണല്ലോ ഫോണ്. ഫോൺ ഓൺ ആവുന്നില്ലല്ലോ. ഇതെന്ന് എന്റെ പുരുകം തുടിക്കുന്നത്. എന്റെ കണ്ണ് തുടിച്ചപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോ എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? എന്തു പറ്റി അവനി? ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാലോ. നീ ടെൻഷൻ ആവാതെ. എന്റെ ഭഗവാനെ, എന്റെ മനസ്സിൽ എന്തുകൊണ്ടാ ഇത്ര ഉത്കണ്ഠ അറിയുന്നത്? എന്താ സംഭവിക്കാൻ പോകുന്നേ? വാ അവനി. നീ ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഞാൻ പോയി എന്റെ ബോസിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഗൈസ്. ഹായ്. സിംഗിൾ ആയിട്ടാണോ വന്നത്? വെർ ഈസ് യുവർ വൈഫ്? ഞാൻ കോൾ ചെയ്തപ്പോ വൈഫിന്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ ഹസ്ബൻഡ്സിന്റെ കൂടെയാ വന്നത്. അദ്ദേഹത്തിന്റെ വൈഫിനെയും കൂട്ടിയാ വന്നേ. ഒന്നും പറയാത്തെന്താ രാധ? അപ്പൊ ഇന്ന് നീ പ്രമോഷനുള്ള ഗോൾഡൻ ചാൻസ് മിസ്സാക്കി എന്നർത്ഥം. നോ സർ. ജോലി കാര്യങ്ങളിലോ വീട്ടുകാര്യങ്ങളിലോ ലൂസറായി ഗിവ് അപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ വൈഫിൻ്റെ കൂടെ തന്നെയാണ് വന്നേ. ഗുഡ്. ബട്ട് വേർ ഈസ് ഷീ? അത് അവിടെയുണ്ട് സർ.
വാവ്, സുന്ദരിയാണല്ലോ. വളരെ ഇന്നസെന്റ് ആയ കുട്ടി. എന്തുപറ്റി അവിടെ തന്നെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ. ആക്ച്വലി അവൾക്ക് ഇങ്ങനത്തെ പാർട്ടികളിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് അവൾ അധികം പുറത്തു വരാറില്ല. ഇന്ന് ഒരുപാട് ഫോഴ്സ് ചെയ്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ കുറച്ച് സമയം താ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. ഓക്കെ, നോ പ്രോബ്ലം. ഈ ഹെസിറ്റേഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞ അവൾ ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് അങ്ങ് യൂസ്ഡ് ആയിക്കോളും. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ആരാതാ. താങ്ക് യു മാം. ഏയ് ലത, ഇവിടെ വാ. എന്താ അത് നോക്ക്. ആരവള്? നമ്മുടെ രാധാകൃഷ്ണന്റെ വൈഫാ. അതെയോ? നല്ല ഭംഗിയുണ്ടല്ലേ. ഒന്ന് തൊട്ട് അങ്ങ് ചുവക്കും തോന്നുന്നു. അതുകൊണ്ടാവും അവളെ വീട്ടില് ഭദ്രമായിട്ട് അങ്ങ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണെന്താ എപ്പോഴും ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കുന്നത്? എല്ലാം ഒത്തു വന്നിരുന്നെങ്കിൽ ഈ നരസിംഹത്തിന്റെ ലൈഫ് ബെറ്റർ ആയേനെ. ഇങ്ങനെ കേറ്ററിംഗ് ബോയ് ആയിട്ട് പണിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്റെ നാത്തൂൻ വല്ലാത്തൊരു അടി അടിച്ചത്. നീ ഏത് ലെവലിലേക്ക് പോകുന്ന? ഹീറോ ആവുന്ന വിചാരിച്ച്, എന്നിട്ട് ഹീറോയുടെ കൂടെയുള്ള ടച്ചപ്പ് ബോയ് പോലും ആയില്ല. അത് നല്ലൊരു സ്വപ്നം തന്നെയാ. അങ്കിൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് എന്റെ റെമുനറേഷൻ കിട്ടില്ലേ? റെമ്യൂണറേഷനാ? എന്തിനാണെന്നോ, സിനിമ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ വെള്ളമടിച്ച് കോൺ തെറ്റി 4 കാല് ചെല്ലണം. തരാം. ആ കാര്യത്തിലൊന്നും നീ ടെൻഷൻ ആകണ്ട. ആ പരിപാടി നടക്കുന്നിടത്ത് നോക്കി അങ്ങോട്ടൊക്കെ നിൽക്കുക. അല്ലെങ്കിൽ അതൊരു VIP ഫംഗ്ഷനാ. അല്ല, സത്യത്തിൽ എന്താ പരിപാടി? ഒരു ബിസിനസ് കമ്പനി നടത്തുന്ന ഫംഗ്ഷനാ അത്. ഓ, ഇത്തവണത്തെ ഓർഡർ നമുക്കാ കിട്ടിയ. നല്ല പേരുണ്ടാക്കിയാ വീണ്ടും ഓർഡർ നമുക്ക് കിട്ടും. ആ ഫംഗ്ഷനിൽ വെച്ച് എനിക്ക് വല്ല നിധിയും തടഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ എങ്ങോട്ട് പോയാലും ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്തോളൂന്നേ. എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? ബോസ് ആർക്കൊക്കെ എന്തൊക്കെ പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നതെന്ന് ചെറിയൊരു ടെൻഷൻ. നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ മിസ്സസിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എങ്കിലും ഞങ്ങൾ പോയി പരിചയപ്പെടട്ടെ. വേണ്ട, അവള് ചെറിയൊരു ഇൻട്രോവേർട്ടാണ്. പെട്ടെന്ന് ആരുമായി അഡ്ജസ്റ്റ് ആവില്ല. അതുകൊണ്ട് അവള് കൂടുതലും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം എപ്പോഴും ഓഫീസിൽ തന്നെയായിരിക്കോ അതോ വീട്ടിലേക്ക് പോയി കാണൂ? ശ്രീ, അമ്മേ, നീ എന്താ ഇത്ര ലേറ്റ് ആയി? പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർത്ത് വന്നപ്പോഴേക്കും ലേറ്റ് ആയി പോയമ്മേ. ശരി, ഫ്രഷപ്പ് ആയി വാ. ശരി അച്ഛാ. ഏട്ടന്റെ പിറകെ വാലുപോലെ ആ അവനെയും വരുന്നതാണല്ലോ. എന്നിട്ട് അവനെ എവിടെ പോയി? ഒരുമിച്ച് വന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ സിറ്റുവേഷൻ ഇപ്പൊ അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ട് വന്നാ മതിയെന്ന് പറഞ്ഞു കാണും. ചേച്ചി പറഞ്ഞത് കറക്റ്റാ. അപ്പൊ അവനെ എവിടെ? റൂമിലുണ്ടാവോ? ആവനി, ആവനി, ആവനി.
അമ്മേ, എന്താ ശ്രീ? അവനി എങ്ങോട്ട് പോയി? എനിക്കിങ്ങനെ അറിയാനടാ. ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും നിന്റെ ഡ്യൂട്ടിയല്ലേ? പിന്നെന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നേ? റെഗുലർലി ഗേറ്റിനപ്പുറത്ത് ആവണിയെ നിർത്തി 5 മിനിറ്റ് ഗ്യാപ്പിട്ട് വന്നാ മതിയെന്ന് പറയുന്നതല്ലേ? ഇപ്പോ ആ സ്കീമൊക്കെ ഒഴിവാക്കിയോ? സീരിയസ് ആയി ചോദിക്കുമ്പോ ചളി അടിക്കല്ലേ എടുത്തി. നിങ്ങളുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റി നിങ്ങൾക്കറിയാതിരിക്കില്ലല്ലോ ഏട്ടാ. അവളോട് ഇറങ്ങിയ കാര്യം നീ അറിയാതിരിക്കില്ലല്ലോ. ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവളെ നേരത്തെ ഇങ്ങോട്ട് വിട്ടതായിരുന്നു. എന്നിട്ടിപ്പോ അവളെങ്ങോട്ട് പോയി? സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. എന്തോ ബന്ധമുള്ളതുപോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന എന്തിനാ? കാര്യം അറിയാതൊന്നും പറയലേ എടുത്തി. ഇതിപ്പോ എന്താ ഇത്ര രാത്രിയായിട്ട് അവള് തിരിച്ചു വരാത്തത്? അവൾ എവിടെ പോയതാ? അതെ, ആക്ച്വലി അവിടെ എന്താന്ന് വെച്ചാ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വാ ഒന്ന് പോയി നോക്കാം. ഹായ്, ഐ എം ഗ്രീഷ്മ. ഹായ്, ഐ എം വിജയ്. ആദ്യം ഒരു കോംപ്ലിമെന്റ് പറയട്ടെ, നിങ്ങൾ വളരെ സുന്ദരിയാണ്. താങ്ക്സ് പറയില്ലേ? താങ്ക്സ്. നിങ്ങളെ ഇവിടെ കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. രാധാകൃഷ്ണൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തു പറഞ്ഞു? എല്ലാം പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? തനിക്കറിയില്ലേ? എല്ലാന്ന് പറഞ്ഞ താനാ രാധാകൃഷ്ണനൊക്കെ വളരെ സ്മാർട്ടാണല്ലോ. അവനെ പോലെ സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യും. അവരെന്താവോ അവിടെ സംസാരിക്കുന്നത്? അവരെങ്ങാനും വാ തുറന്നാ ആവനി അപ്പ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്റെ പ്ലാൻ മുഴുവനും വെള്ളത്തിലാവുമല്ലോ. നിങ്ങൾ അങ്ങനെ വരാറില്ലെന്നും വളരെ റിസർവ്ഡ് ആയ സ്വഭാവമാണെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൊറേന്ന് പറഞ്ഞ എക്സ്ക്യൂസ് മീ, താൻ അയാളുടെ വിജയ്, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ എന്തായാലും പരിചയപ്പെടുത്തുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങളായി പരിചയപ്പെട്ടു. ബോസ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ചെല്ല്. എന്നാ എല്ലാവരും കൂടെ പോവാൻ വാ. താനും വാ കേട്ടോ. എടാ, അവള് പിന്നെ വന്നോളും, നിങ്ങൾ ചെല്ല്. എടാ, നിങ്ങളോടല്ലേ ഈ പറയുന്നേ, ചെല്ല്. അവരെന്താ പറഞ്ഞത് അവനി? നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താ പറഞ്ഞത്? എന്റെ അമ്മേ, അപ്പൊ കാര്യം അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞെന്ന് പറ. അതോ, അത് എന്റെ കൂടെ വന്ന ഗസ്റ്റ് ആണെന്നാ ഞാൻ പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി വിഷ് ചെയ്തിട്ട് പോകാന്നല്ലേ പറഞ്ഞത്? വന്നിട്ടിപ്പോ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവറിൽ മേലെയായി. ഇനിയും എത്ര നേരം നിൽക്കണ്ടേ? ഇനി ഒരു 10 മിനിറ്റ് കൂടെ നിന്നാ മതി. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്ക, ഞാൻ ഇറങ്ങിക്കോട്ടെ. അവനി, നമ്മള് സിറ്റിന്ന് ഒരുപാട് അകലെയാ ഉള്ളേ. ഈ സമയത്ത് ക്യാബ്സും ഓട്ടോയും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നിനക്കത് ബുദ്ധിമുട്ടാകും. പറയുന്നത് കേക്ക്. നീ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയാ ഞങ്ങളുടെ ബോസ് എന്താ കരുതുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഒരു 10 മിനിറ്റ് കൂടെ അവിടെ നിൽക്ക്. എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ശ്രീകസാൻ ഒന്ന് ഫോൺ ചെയ്ത് തരോ? എനിക്ക് സംസാരിക്കണം. അവൻ ഈ കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവളോട് വരാൻ പറയും. അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾ എന്തൊക്കെയാ ആലോചിക്കുന്നത്? അല്ല, അത് അവൻ ചിലപ്പോ ഓഫീസിൽ ബിസി ആയിരിക്കില്ലേ. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയോ ഇല്ലയോ എന്നറിയാൻ അദ്ദേഹം എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് തരോ? റേഞ്ച് കിട്ടുന്നില്ല. ഞാനൊന്ന് അങ്ങോട്ട് പോയി ട്രൈ ചെയ്യട്ടെ. ഞാനും വരുന്നുണ്ട്, വാ. എന്നെ നിനക്കെന്താ അത്രയ്ക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ വരാം. ഇരിക്ക്.
അവനെ ഒരിക്കലും ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നു. നീ എവിടെയാ അവനെ? അവനി ശ്രീകരനോട് സംസാരിച്ചു. സംഭവിച്ച എന്താണെന്നും നീ എന്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു. നീ വെറുതെ ടെൻഷൻ ആവാതെ. ശ്രീകർ സാറ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ ബിസിയാണെന്ന്, അതുകൊണ്ടായിരിക്കും ചോദിക്കാഞ്ഞേ. ശരി കേട്ടോ, നീ ഇരുന്നോ. ഞാനിപ്പോ വരാം, നീ ഇരിക്കാവനി. ഇതാ ഫംഗ്ഷൻ ഹാള്. ഇറങ്ങ 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 എല്ലാരും ഇറങ്ങ ഇറങ്ങ. ഇറങ്ങി വാ, വേഗം സാധനങ്ങളൊക്കെ എടുക്ക. വേഗട്ടെ, വാ 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 വാ. അങ്കിൾ, ആദ്യം തന്നെ ഈ ഫുഡും കൊടുത്താ പെട്ടെന്ന് പരിപാടി കഴിയില്ലേ? ആദ്യം അവരുടെ ഫംഗ്ഷൻ കഴിയണം, അത് കഴിഞ്ഞിട്ടാ സൽക്കാരം. നീ വലിയ ബുദ്ധിമാനാകാൻ നോക്കല്ലേ. എന്റെ നാത്തു നാവൻ എന്റെ കയ്യിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഈ നരസിംഹ ഇപ്പൊ കിങ് ആയിട്ട് മാറിയാനെ. ആ കുട്ടി നിന്നോട് എന്ത് കാണിച്ചിട്ടാവോ നീ ഇറങ്ങിയ സമയം മുതല് അവളെ കുറിച്ച് തന്നെ സംസാരിക്കുന്നേ. അവളെ എങ്ങാനും എന്റെ കണ്ണി പെടട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ചെല് ചെല്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഫംഗ്ഷൻ ആരംഭിക്കും. പെട്ടെന്ന് എല്ലാവർക്കും സെർവ് ചെയ്യാം. ഓക്കെ സാർ. ശ്രദ്ധിച്ച് വയ്ക്ക. ഐറ്റംസ് അതിഗംഭീരമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കാശുകാരുടെ ലൈഫേ എന്തൊരു കളർഫുൾ ആണെന്ന് നോക്കിയേ. എന്തെങ്കിലും അലമ്പ് കാണിച്ച പിടിച്ച് അരച്ച് കളയും ഞാൻ. വിളമ്പാനുള്ള പരിപാടികളൊക്കെ നോക്ക്. നമ്മൾ അന്വേഷിക്കുന്ന എന്തെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അപ്പോ ഒരു ഫീല് നമുക്കുണ്ടാവില്ലേ? എനിക്കിപ്പോ ആ ഫീല് നന്നായി തോന്നുന്നു അങ്കിൾ. പോകുമ്പോഴേക്കും നീ വാങ്ങിച്ചു കൂട്ടുന്നാ തോന്നുന്നേ. വന്ന കാര്യം നോക്ക്. എല്ലാവർക്കും ഡ്രിങ്ക്സും സ്നാക്സും കൊടുക്ക്. പരിപാടി കഴിഞ്ഞോ? ഇറങ്ങിയാലോ? ഇറങ്ങണമെന്ന് കരുതിയതാ, പക്ഷെ ഇപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. ഈ ഫംഗ്ഷനിൽ വെച്ചാ ഞങ്ങളുടെ ബോസ് ഞങ്ങളുടെ പ്രൊമോഷൻസ് അനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനൊരു വാല്യുബിൾ ടൈമിൽ ഇറങ്ങിപ്പോയാ പ്രൊമോഷൻ മിസ്സാവില്ലേ? ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ഇവിടെ നിന്നെ വല്ലാതെ പോസ്റ്റാക്കി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനി. എന്റെ പ്രൊമോഷന്റെ കാര്യമായതുകൊണ്ട് 5 മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവനി. പ്രൊമോഷൻ അനൗൺസ് ചെയ്ത ഉടനെ പോകാം, ഓക്കെ അല്ലേ? അപ്പോഴേക്കും ഞാൻ നിനക്കുള്ള സ്നാക്സ് കൊടുത്തയക്കാം. മോനെ, ആ ഇരിക്കുന്ന മാഡത്തിന് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണേ. ഓക്കെ സർ. ദേ ആയിരിക്കുന്ന മാഡത്തിന് കൂൾ ഡ്രിങ്ക്സ് കൊടുക്ക്.